ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ 8 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നു. കർക്കിടക രാശിയിൽ ഗുരു ഉച്ചസ്ഥിതനായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ശുക്രനും ഗുരുവും ഗുരു ശുക്ര യോഗം, ലക്ഷ്മി നാരായണ യോഗം കർക്കിടക രാശിയിൽ വരുന്നു. ഇത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. 2026 ജൂൺ 8 ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത്. ഇപ്പോൾ കർക്കിടക രാശിയിൽ രാശി മാറുമ്പോൾ അവിടെ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയം കൂടിയാണ്. കാലപുരുഷന്റെ സുഖസ്ഥാനമാണ് ഈ കർക്കിടക രാശി എന്ന് പറയുന്നത്, 4ാം ഭാവരാശിയാണ്. അപ്പോൾ കാലപുരുഷന്റെ 4ാം ഭാവരാശിയിലേക്കാണ് ശുക്രൻ രാശി മാറുന്നത്. അവിടെയാണ് ഗുരു സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഗുരു ശുക്രയോഗം, ലക്ഷ്മി നാരായണ യോഗം വരുന്നത്. അപ്പം പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ഭൗതിക സുഖത്തിൻ്റെയും ഗ്രഹമാണ്. ആ ശുക്രൻ സുഖസ്ഥാനത്തേക്കാണ്, പ്രത്യേകിച്ച് കാലപുരുഷന്റെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ കാലപുരുഷന്റെ 4ാം ഭാവരാശി എന്ന് പറയുമ്പോൾ കർക്കിടക രാശി ചന്ദ്രന്റെ രാശിയാണ്. അത് ഒരു ജലതത്വ രാശിയാണ്. ഇപ്പോൾ പൊതുവെ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെയാണ് ആ ചന്ദ്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ശുക്രനും ശരീരത്തിലെ ജലതത്വത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ സമൻ, അതുപോലെ ഈ ഫെർട്ടിലിറ്റി ഫ്ലൂയിഡ്, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ കർക്കിടക രാശിയിലേക്ക് വരുമ്പോൾ പൊതുവെ നമുക്ക് ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മനോഭാവം, ഒരു സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഈ സമയത്തുണ്ടാകും. ചന്ദ്രൻ്റെ രാശിയാണ്, ചന്ദ്രൻ മാതൃകാരകനാണ്. അപ്പം ചന്ദ്രനെ പോലെയുള്ള ഒരു മദർലി ലവ്, അറ്റാച്ച്മെൻറ്റ്, അതുപോലെ വൈകാരികമായിട്ടുള്ളൊരു കണക്ഷൻസ്, അനുകമ്പ, വാത്സല്യം ഒക്കെ ഈ ശുക്രൻ കർക്കിടക രാശിയിൽ വരിക വഴി ഉണ്ടാകാം. അപ്പം കുടുംബത്തിൽ കമ്മിറ്റ്മെൻറ്റ് കൂടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ആ ശുക്രൻ കാലപുരുഷന്റെ 4ാം ഭാവരാശിയിലേക്ക് രാശി മാറുക വഴി ഉണ്ടാകും. കുടുംബത്തിൽ സൗകര്യങ്ങൾ, വീട്, വാഹനം ഇവയൊക്കെ വാങ്ങുന്നതിനോ ഒക്കെ തന്നെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വ്യത്യസ്തമായിട്ടായിരിക്കും ആ ശുക്രൻ്റെ രാശിമാറ്റം സ്വാധീനിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ കർക്കിടക രാശിയിലേക്കുള്ള രാശിമാറ്റവും അതുപോലെ ഗുരു ശുക്രയോഗം കർക്കിടക രാശിയിൽ വരുന്നതും എങ്ങനെ സ്വാധീനിക്കും നോക്കാം. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും. ഇപ്പോൾ ചിങ്ങക്കൂറുകാരെന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക്. ഇപ്പം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ചിങ്ങ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 3ാം ഭാവാധിപനുമാണ്, അവരുടെ കർമ്മഭാവാധിപനുമാണ്. അപ്പോൾ ഈ 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ാം ഭാവരാശിയിലേക്കാണ് ജൂൺ 8 രാശി മാറുന്നത്. ജൂലൈ 4 വരെ ആ 12ാം ഭാവരാശിയിലായിരിക്കും ശുക്രൻ്റെ സ്ഥിതി. 12ലാണ് ഗുരു സ്ഥിതി ചെയ്യുന്നത്, 12ൽ ശുക്രനും വരുന്നു. 2 ശുഭഗ്രഹങ്ങൾ 12ൽ യോഗം ചെയ്യുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ 12 പറയുമ്പോൾ നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കോ തീർത്ഥാടന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ, അതുപോലെ വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കോ, വിദേശത്ത് സെറ്റിൽമെൻറ്റ്, താമസം ആഗ്രഹിക്കുന്നവർക്കോ, അല്ലെങ്കിൽ വിദേശ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ അത് പ്ലാൻ ചെയ്യുന്നതിനോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആഗ്രഹങ്ങൾ പുറത്തു വരുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സുഖച്ചെലവൊക്കെ കൂടാം. 12ലാണ് 2 ശുഭഗ്രഹങ്ങൾ വരുന്നത്. വ്യയസ്ഥാനമാണ് ഈ 12 എന്ന് പറയുന്നത്. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകാം. അത് നല്ല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്, അല്ലെങ്കിൽ വാഹനം, അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആതുര സേവനവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗുണാനുഭവം കിട്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ധനം ചെലവ് ചെയ്യാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. പ്രത്യേകിച്ച് 2 ശുഭഗ്രഹങ്ങൾ 12ൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഗുരുശുക്രയോഗം 12ലാകുമ്പോൾ സത്പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതുപോലെ പ്രത്യേകിച്ച് സുഖച്ചെലവ് കൂടാം.
അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഈ പഠനത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയോ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ തന്നെ ഈ സമയത്ത് പണം ചെലവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായ ഗുരുവും കൂടെ ആ 12 നിൽക്കുകയാണ്. അപ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി, അവരുടെ പഠനത്തിന് വേണ്ടി, അവരുടെ യാത്രകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഉപാസനാദി കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ നമുക്ക് പണം ചെലവ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഈ സമയത്ത് കൂടും. അപ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാവുന്ന സമയമാണ്. ഒരു ത്യാഗമനോഭാവം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പം ഇതൊക്കെ പൊതുവേ നമുക്ക് മാനസികമായിട്ട് സന്തോഷാനുഭവങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. അതേപോലെ നമുക്ക് തൊഴിൽപരമായിട്ടൊക്കെ പൊതുവേ നമുക്ക് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയൊക്കെ ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ലേക്ക് രാശി വരുന്നു. അപ്പോൾ തൊഴിലിൽ സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അത് പ്രത്യേകിച്ച് തൊഴിലിൽ എന്തെങ്കിലും ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ദൂരയാത്രകൾ ഒക്കെ ഈ സമയത്തുണ്ടാകാം. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ 12ൽ വരുന്നു. അപ്പോൾ ആ 12ലേക്ക് വരികയും അവിടെ ഗുരുവിൻ്റെ യോഗമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും നമുക്ക് അല്ലെങ്കിൽ ദൂരസ്ഥലത്തേക്ക് തൊഴിൽ ചിലപ്പോൾ ട്രാൻസ്ഫറിനൊക്കെ തന്നെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് ദൂരയാത്രകൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തൊഴിലെടുത്ത് അല്പസുഖക്കുറവിനൊക്കെ ഈ സമയം ചിലപ്പോൾ വഴിതെളിച്ചു എന്നും കൂടെ വരാം. കാരണം 12ലാണ് ആ കർമ്മ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ്റെ സ്ഥിതി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സഹോദരങ്ങൾക്ക് ഇപ്പോൾ 3-ാം ഭാവാധിപനും കൂടിയാണ് ശുക്രൻ 12ൽ വരുന്നു. അപ്പോൾ സഹോദരങ്ങൾക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചിലവ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ പണച്ചെലവ് ഈ സമയത്ത് ഉണ്ടാകാം. പൊതുവെ ഒരു ചെലവിൻ്റെ സമയം എന്ന് പറയാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ബന്ധങ്ങൾ, അൺഎത്തിക്കലായിട്ടുള്ള ബിസിനസ് ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ചിലർ നടത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ ഈ നിരോധിത സാധനങ്ങൾ ഇവയൊക്കെ വ്യാപാരം ചെയ്യുന്നവർ അല്പം ജാഗ്രത വേണ്ടുന്ന സമയമാണ്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ വാച്ച് ചെയ്യുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെയൊക്കെ വളരെ ശ്രദ്ധ ഈ കുറുകാർക്ക് വേണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല. ഔദ്യോഗിക തലത്തിൽ ഇപ്പോൾ നമുക്ക് രഹസ്യബന്ധങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അതുവഴി എന്തെങ്കിലും ചതിയിൽ പെടാനൊക്കെ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് ഈ കർമ്മ മേഖലയിൽ സ്ത്രീ സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. എന്തെങ്കിലുമൊക്കെ ട്രാപ്പിലൊക്കെ പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നും കൂടെ മനസ്സിലാക്കുക. ന്യായമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ന്യായവാദമൊക്കെ നടത്താനൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകും. അത് അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് ഈ ചെലവ് കൂടാവുന്ന ഒരു സ്ഥിതിയാണ്. ആത്മീയ ചിന്ത കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേവനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും. ധ്യാനം, അതുപോലെ തീർത്ഥയാത്രകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അപ്പം സ്വന്തം ദുഷ്പ്രവൃത്തികൾ വഴി ബന്ധുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കണം. അപ്പോൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലായാലും പേഴ്സണൽ റിലേഷൻഷിപ്പിലും നമുക്ക് അല്പം ജാഗ്രത വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ തലത്തിലൊക്കെ സൗഹൃദങ്ങളിൽ, പ്രത്യേകിച്ച് സ്ത്രീ സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. പേഴ്സണൽ റിലേഷൻഷിപ്പിലും ആ ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അപ്പോൾ ഈ സമയത്ത് കൂടുതൽ ധ്യാനം, യോഗ, ഇവ ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നത് അവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും കർക്കിടക രാശിയിൽ ഗുരുശുക്രയോഗം വരുന്നതും അവർക്ക് എന്ത് ഗുണ അനുഭവം ഉണ്ടാക്കും നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്.
ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ 2 9 ഭാവാധിപനാണ്. 2 9 ഭാവാധിപനായിട്ടുള്ള ശുക്രൻ അവരുടെ 11ാം ഭാവരാശിയിലേക്ക്, നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്കാണ്, ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കാണ് ആ ശുക്രൻ ജൂൺ 8 രാശി മാറുന്നത്. ജൂലൈ 4 വരെ ശുക്രൻ ഇച്ഛാപൂർത്തി സ്ഥാനത്തുണ്ട്. ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ 11ാം ഭാവരാശിയിൽ ഗുരുവും ശുക്രനും ലക്ഷ്മി നാരായണ യോഗം, ആ ധനനേട്ടത്തിൻ്റെ സ്ഥാനത്ത്, ധനാഗമനം ഉണ്ടാകാവുന്ന ഒരു സ്ഥാനത്താണ് ആ 2 ഗ്രഹങ്ങളുടെ യോഗം വരുന്നത്. അത് പൊതുവെ നമുക്ക് ഈ 11ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു, ധനകാരകൻ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു. അതുപോലെ സമ്പത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെയും ഗ്രഹമായി ശുക്രനും ആ 11ാം ഭാവരാശിയിലേക്ക് വരുന്നു. ഇപ്പോൾ പൊതുവെ നമുക്ക് ആ ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുമ്പോൾ 11 വരുന്നത് ഒരു ധനഭാഗ്യത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് 9ാം ഭാവാധിപനാണ് 11 വരുന്നത്. ധനഭാഗ്യത്തിൻ്റെ സമയമാണ്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയം. പല സോഴ്സുകളിൽ നിന്ന് സാമ്പത്തികമായിട്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇച്ഛാപൂർത്തി സ്ഥാനമായതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും ഈ സമയത്ത് നമുക്ക് നിവർത്തിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം പൊതുവെ പ്രൊഫഷണ തലത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മുടെ പദവിയിൽ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ, ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട്. തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ്. തൊഴിൽ മാറ്റമൊക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ചില മേഖലയിലൊക്കെ ഇപ്പോൾ നമ്മൾ പണം സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നവർക്ക്, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ പണം പലിശയ്ക്കൊക്കെ കൊടുക്കുന്നവർ, അതുപോലെ പ്രത്യേകിച്ച് ബാങ്കിങ് ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ കുടുംബ ബിസിനസ് നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 2 9 ഭാവാധിപൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് പല സോഴ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നടത്തുന്നവർക്ക്, ഗവേഷകർക്ക്, അവർക്കൊക്കെ തന്നെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള സമയമാണ്. സർക്കാർ തലത്തിലൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സ്കോളർഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ്. കലാകാരന്മാർക്ക്, അതുപോലെ ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾ, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിലൊക്കെ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ വ്യക്തിബന്ധവും ദാമ്പത്യ ബന്ധം അതുപോലെ ഒക്കെ തന്നെ വളരെ മെച്ചപ്പെടുന്ന സമയമാണ്. പ്രൊഫഷണൽ തലത്തിലും ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ്. ദാമ്പത്യബന്ധം, പ്രണയബന്ധമൊക്കെ വളരെ സ്മൂത്താകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം നമ്മൾ സ്ത്രീ സൗഹൃദങ്ങളിൽ നമ്മൾ അല്പം ഒരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് ശുക്രൻ 11 നിൽക്കുക ആണ്. ഗുരു അവിടെ ഉണ്ട് എങ്കിലും ശുക്രൻ 11 വരുമ്പോൾ നമുക്ക് ഈ അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു സ്ത്രീ സൗഹൃദങ്ങൾ വഴിയൊക്കെ ഉള്ള ഒന്നിലധികം ബന്ധങ്ങൾ, അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഈ പൊതുജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യത ഈ സമയത്ത് കൂടും. സോഷ്യൽ റിലേഷൻഷിപ്പ് വഴി നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ പുതിയ സൗഹൃദങ്ങൾ ഈ സമയത്തുണ്ടാകാം. ഉന്നത വ്യക്തികളെ ചിലപ്പോൾ കണ്ടുമുട്ടുന്നതിനും അവർ വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾ വഴി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഈശ്വര ചിന്തയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ 5ലേക്കൊക്കെ ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്ന സമയമാണ്. അപ്പോൾ പ്രണയചിന്തകൾ ഉണ്ടാകും. ആത്മീയ ചിന്ത കൂടുന്ന സമയമാണ്. ജോയിൻ്റ് സംരംഭങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാകും. പൊതുവേ നമുക്ക് കുടുംബത്തിൽ ഭാഗ്യനേട്ടങ്ങളുടെ സമയം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഈ തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ശുക്രൻ. ആ ശുക്രൻ ജൂൺ 8
അവരുടെ 10ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 10ാം ഭാവരാശിയിൽ ആ ശുക്രൻ ജൂലൈ 4 വരെ ഉണ്ടാകും. ആ 10ാം ഭാവരാശിയിൽ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പം പൊതുവെ അവിടെ 10ാം ഭാവരാശിയിലാണ് ആ ഗുരുവും ശുക്രനും യോഗം ചെയ്യുന്നത്, ലക്ഷ്മി നാരായണ യോഗം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയുമ്പോൾ നമ്മുടെ ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, എല്ലാ തരത്തിലുള്ള സർവീസ് തലത്തിലുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, അധ്യാപകർക്ക്, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, റിസർച്ച് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഡേറ്റ അനലിറ്റിക് കൺസൾട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക്, കൗൺസിലിംഗ് നടത്തുന്നവർക്ക്, അതുപോലെ തന്നെ ഇവയ്ക്കൊക്കെ തന്നെ വളരെ അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ അന്വേഷകർക്കും വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ടെസ്റ്റിലെ ഇൻ്റർവ്യൂകളിലൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമാണ്. വിജയം ഉണ്ടാകാവുന്ന സമയമാണ്. അങ്ങനെ തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 10ൽ 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുകയാണ്, ശുക്രനും അതുപോലെ ഗുരുവും. അപ്പോൾ അത് വളരെ ഗുണാനുഭവം ഉണ്ടാകും. തൊഴിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്, തൊഴിലിൽ പരിവർത്തനത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപനും കൂടിയാണ് ശുക്രൻ. ഈ അഷ്ടമഭാവാധിപനായ ശുക്രനാണ് കർമ്മസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ തൊഴിലിൽ സഡനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളായിട്ട് കാണുക. അതുപോലെ അപ്പോൾ ചിലപ്പോൾ തൊഴിലിൽ കൂടുതൽ ഉത്തരവാദിത്വമൊക്കെ ഈ സമയത്തുണ്ടാകാം. സ്ഥാനക്കയറ്റത്തിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും ശുക്രൻ അഷ്ടമഭാവാധിപത്യം വരുന്നത് കൊണ്ട് തൊഴിലിൽ ഒരു മാറ്റത്തിൻ്റെ സമയം ആയിട്ടും കൂടെ കാണുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ തൊഴിൽ മാറ്റം വരുമ്പോൾ ഒരു വർക്ക് പ്രഷറൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതുപോലെ തന്നെ മാത്രമല്ല, ഉയർന്ന ഉത്തരവാദിത്വമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ റെപ്യൂട്ടേഷന് എന്തെങ്കിലുമൊക്കെ ദോഷം വരുമോ എന്നുള്ളൊരു ഭയപ്പാടും കൂടെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ തൊഴിലിൽ ചിലപ്പോൾ ഒരു ചെറിയ ദൂരസ്ഥലത്തേക്ക് ഒരു ട്രാൻസ്ഫറിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം തൊഴിലിടത്ത് സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട്. സർക്കാർ തൊഴിൽ അന്വേഷകർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം എങ്കിലും നമ്മൾ ഈ സമയത്ത് ഹാർഡ് വർക്കൊക്കെ നടത്തി പോകുന്നവർക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. സർക്കാർ ആനുകൂല്യത്തിനും അനുകൂലമായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാലതാമസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറി നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, സ്പേസ് റിസർച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ശാസ്ത്രജ്ഞർക്ക്, അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഇൻഷുറൻസ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ CBI, NIA അതുപോലെ IB ഇതേപോലെയുള്ള ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ അക്കൗണ്ടിങ് തലത്തിൽ, ആഡിറ്റിംഗ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ, പ്രത്യേകിച്ച് അഷ്ടമഭാവാധിപൻ 10ൽ വരുമ്പോൾ അത് ആ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്നു. നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മറ്റു മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ അഷ്ടമഭാവാധിപനായിട്ടുള്ള ശുക്രൻ 10ലേക്ക് വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചില സമയത്ത് ഇപ്പം മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിലൊക്കെ ചിലപ്പോൾ അവർക്ക് ഉയർന്ന ജോലി ചിലപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ അവർക്ക് ഉണ്ടായെന്ന് വരാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില ഒരു പദവിയിലൊക്കെ ഒരു ഉയർച്ച ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മാതാപിതാക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ആ ശുക്രൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 4ൽ വരുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വീട് പുതുക്കുന്നതിനായാലും അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതിന്, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുന്നതിന്, അതിനെപ്പറ്റിയൊക്കെയുള്ള നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പം കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ശുക്രൻ കർക്കിടക രാശിയിലേക്ക് രാശി മാറുന്നതും കർക്കിടക രാശിയിൽ ഗുരു ശുക്രയോഗം വരുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം.
ഈ വൃശ്ചികക്കുറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും, അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അതുപോലെ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്രൻ എന്ന് പറയുന്നത് 7ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. അപ്പം 7ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ 4-ന് അവരുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഭാഗ്യസ്ഥാനത്ത് ഇപ്പോൾ ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ 9-ലാണ് ഇതൊക്കെ ശുക്രനൊക്കെ വരിക എന്ന് പറയുമ്പോൾ 9-ൽ ഗുരുവും നിൽക്കുന്ന സമയമായതുകൊണ്ട് ധർമ്മചിന്ത കൂടുന്ന സമയമാണ്, ഭൗതിക സുഖം ഉണ്ടാകുന്ന സമയമാണ്, യാത്രകൾ വഴി ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്, ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന സമയമാണ്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ചിലപ്പോൾ ദൂരയാത്രകളുടെ സമയമെന്ന് പറയാം. അപ്പം അത് ചിലപ്പോൾ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യും. അതുപോലെ ഈ പ്രത്യേകിച്ച് പുതിയ കോഴ്സുകൾ, ഉന്നതമായിട്ടുള്ള പഠനം നടത്താൻ, ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് സാധ്യതയുണ്ട്. ഉന്നത പഠനം നടത്തുന്നവർക്ക് അനുകൂല സമയമാണ്. ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്കും വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഭാഗ്യസ്ഥാനത്താണ് ഗുരുശുക്ര യോഗം വരുന്നത്. അപ്പം പൊതുവെ അത് ഗുണാനുഭവം ഉണ്ടാകും. 7ാം ഭാവാധിപനാണ് ശുക്രൻ. 7ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വളരെ ഭാഗ്യവതിയായും അതുപോലെ തന്നെ വളരെ വിശ്വസ്തയും വളരെ പരിജ്ഞാനമൊക്കെ ഉള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 9-ലെ ആ ഗുരുശുക്ര യോഗം എന്ന് പറയുന്നത് ഈ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂല സമയമാണ്. ഇഷ്ടവിഷയങ്ങളിലൊക്കെ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ ഉന്നത പഠനമൊക്കെ വിദേശത്തൊക്കെയാണ് പഠനം നടത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സദ്ബുദ്ധിയുടെ സമയമാണ്, നല്ല ചിന്തയുടെ സമയമാണ്, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമയമായിട്ട് നമുക്ക് 9-ലെ ആ ഗുരുശുക്രൻ്റെ സ്ഥിതി കൊണ്ട് പറയാം. ഇപ്പം വിദേശത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഫേവറബിളായിട്ടുള്ള സമയമാണ്. ആത്മീയ ചിന്തയൊക്കെ കൂടും. മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുന്ന സമയമാണ്. ഈശ്വര കടാക്ഷം, ഡിവൈൻ ബ്ലെസ്സിങ്സിൻ്റെ സമയം എന്ന് പറയാം. ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും ഗുരുക്കന്മാരെ മീറ്റ് ചെയ്യുന്നതിനും അവരുടെയൊക്കെ ഗൈഡൻസ് കിട്ടുന്നതിനും ഒക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിതാവിനും അതുപോലെ തന്നെ ഈ ജാതകനും ഒക്കെ തന്നെ വിദേശത്ത് ഗുണാനുഭവം കിട്ടാവുന്ന സമയമാണ്. ഇപ്പോൾ വിദേശത്തൊക്കെയാണ് പിതാവ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പിതാവിന് അവിടെ എന്തെങ്കിലും ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. അതുവഴിയൊക്കെ ഈ ജാതകനും ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് ഈ വിദേശത്തൊക്കെ താമസം ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വിദേശത്ത് വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, കെട്ടിടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രത്യേകിച്ച് ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ ഈ സമയത്ത് അതിനു വേണ്ടിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ നമുക്ക് ന്യായവും സത്യവുമായ മാർഗങ്ങളിലൂടെ ധനാർജനം നടത്തുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട്, വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നമുക്ക് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ തന്നെ ഈ 9-ലെ ഗുരുശുക്രയോഗം വളരെ ഗുണം ചെയ്യും. സഹോദരങ്ങൾ, സുഹൃത്തുക്കളുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്ന സമയമാണ്. എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും ടീച്ചിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും അതുപോലെ ഈ പബ്ലിഷിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മീഡിയ പ്രവർത്തകർക്ക് ഇവർക്കൊക്കെ തന്നെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.